അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, കനകമലയ്ക്കുള്ള പോക്കാണ്. അപ്പോൾ കനകമല ഞങ്ങൾ ചെന്നു. അവിടെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഇത് കഞ്ഞിക്കുള്ള വരിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പള്ളിയിലകത്ത് കയറി അങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഫസ്റ്റ് ഒന്നാം സ്ഥലം, അതായത് പ്രാരംഭം, അതിവിടെ ആയിരുന്നില്ല, നമ്മൾ കുറച്ചുകൂടി കയറിയിട്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് അതാക്കിയവർ പുതിയതായിട്ട്, അതായത് ഈശോ കാൽവരി മലയിൽ ടാർപ്പിക്കുന്ന ഒരു സീനാണ്. പിന്നെ ഞങ്ങൾ 4-5 പേരാണ് പോയത് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മല കയറാനായിട്ട് ആരംഭിച്ച് നേരെ ഒന്നാം സ്ഥലത്തെത്തി. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ നിന്നിട്ട് ടാസ്ക് കയറാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പാടാണ്. ഇവിടെ നിന്ന് തിരിഞ്ഞ് കയറാനായിട്ട് ഇവിടെ നിന്നിട്ട് ഇന്ന് കുറച്ച് ആൾക്കാർ കൂടുക കേട്ടോ, നോമ്പെടുത്ത് വരണ കാരണം. ദൈവമേ, ഇതിൽ ഏറ്റവും കള്ളനായിട്ട് ഒരുത്തനാട്ടാ ബാക്കിൽ ഇറന്നുകൊണ്ട് പോണേ, അവൻ്റെ മൂട്ടിയും കാവ്യമുണ്ട്. പിന്നെ ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി. നടന്ന് ഓരോ സ്ഥലങ്ങളൊക്കെ കയറി ഞങ്ങൾ തൊട്ടൊക്കെ മുത്തി പ്രാർത്ഥിച്ച് വീണ്ടും നടന്നു തുടങ്ങി. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്ക് തന്നെയായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങോട്ട് കയറുമ്പോൾ ആൾക്കാർ കുറവും, പക്ഷെ ഇങ്ങോട്ട് നല്ല പോലെ ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കണം. എനിക്ക് തോന്നുന്നു നല്ല പോലെ ആൾക്കാർ തിരക്കി കയറിയായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ നടന്ന് 8-ാം സ്ഥലം കയറി. പിന്നെ ഞങ്ങൾ നല്ല രീതിക്ക് പിന്നെ അങ്ങനെ കയറി 13-ാം സ്ഥലത്ത്. പിന്നെ അടുത്ത അപ്പം അടുത്ത വെള്ളം കുടിക്കാനുള്ള സ്പോട്ടാട്ടത്. അങ്ങനെ ഞങ്ങൾ ഏറ്റവും മുകളിലെത്തിയിട്ടാ. ഞങ്ങൾ മുകളിലൊക്കെ കയറി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ എത്തിച്ച് പതുക്കെ ഞങ്ങൾ വീണ്ടും കുറച്ചു നേരം ഇരിപ്പായിട്ടാണ് അവിടെ. ഇവനാണ് ഞങ്ങളുടെ ഇന്നത്തെ കഥയിലത്തെ മെയിൻ നായകൻ. ഈ കാണിക്കുന്ന ഫുള്ള് അഭിനയമാണ് അവൻ്റെ. എന്താണെന്നറിയില്ല, അവൻ ഗംഭീര പ്രാർത്ഥനയിലാണ്. എന്തെങ്കിലാവട്ടെ, നല്ല കാര്യം. നെഞ്ചത്തെ കടിക്കുന്നുണ്ട്. ഇത്രയും വലിയ മാരക പാർട്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞിടാൻ. നോക്കുമായിരിക്കും മിക്കതും. നോക്കില്ലേ ഇനി അവൻ നോക്കി. ഇവനെ കയറിപ്പോൾ തൊട്ട് തുടങ്ങിയതാ. കഞ്ഞി വേണം എന്ന്. കഞ്ഞി കുടിക്കാൻ വേണ്ടി മാത്രം മല കയറിയാണ് കേട്ടോ അവൻ. ഒരു ഹായ് കൊടുത്തറാ. അപ്പം ഇവൻ ആരാന്ന് മനസ്സിലായി നിങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ ഞാൻ പള്ളിയുടെ സൈഡിൽ കൂടെ ഒന്ന് കറങ്ങി അടിച്ച് വന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഞങ്ങൾ മല ഇറങ്ങാനായിട്ട് തീരുമാനിച്ചു. പിന്നെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, അടിയിൽ കഞ്ഞി കിട്ടുക എന്നുള്ളതാണ്. അപ്പം അതും പ്രതീക്ഷിച്ചായിരുന്നു ഞങ്ങളുടെ നടത്തം. അങ്ങനെ അടിയിലെത്തിയപ്പോഴാണ് ഞങ്ങൾ ആ സത്യം അറിഞ്ഞത്. വേറെ ഒന്നല്ല, ആൾക്കാരുടെ സമയം കഴിഞ്ഞു, അതായത് തിരക്ക് കഴിഞ്ഞു. കഞ്ഞിയും അതുപോലെ തന്നെ അവസാനിച്ചു. ഞങ്ങളൊരു പോലീസ് കൂടെ അടിച്ചു. നേരെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി.